ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീജാസ് വണ്ടർലാൻഡ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് മീൻ പീരയാണ്. മത്തി പോലുള്ള ചെറിയ മീനുകൾ കൊണ്ട് മീൻ പീര തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ നെത്തോലി മീൻ വെച്ചാണ് മീൻ പീര തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ജാറിലേക്കിട്ട് ചതച്ചെടുക്കാം. അധികം അരഞ്ഞു പോകരുത്. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുക്കാം. തോരനൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ചതച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കറിച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക് എന്നിവ ചേർക്കാം. എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിയും പച്ചമുളകും അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം പുളി ചേർക്കാം. പുളി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുടംപുളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ചതച്ച വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച മുളക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മീൻ പീര ഓറഞ്ച് കളറിലിരിക്കണമെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ടതാണ്. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ പീര റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്.